ചോദിക്കുന്നുള്ളൂ എന്താണ് ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനൊന്നും നാണില്ലേ? ഇവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരെ കരിയർ ഇതുപോലെ വളർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ടാണോ ഇവർ ഈ ചത്താപ്പച്ച ബബ 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 ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നത്? എൻ്റെ പൊന്നെ പെറ്റമ്മ സഹിക്കില്ല ഈ ചത്താപ്പച്ച എന്ന് പറഞ്ഞുള്ളൊരു സിനിമ. ഈ കേരളത്തിൽ ആ സിനിമ കണ്ടതിൽ ഏറ്റവും നല്ലത് പടമാണെന്ന് പറഞ്ഞുള്ള ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, ഹരിശ്രീ അശോകൻ. അർജുൻ അശോകൻ്റെ ഏത് പടം വന്നാലും അത് ഹരിശ്രീ അശോകൻ്റെ ഗംഭീര പടമാണ്. ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ, 2025 ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസർമാരെ കുത്തുപാളയെടുപ്പിച്ച ഒരു നടനാണ് നമ്മുടെ ഈ അർജുൻ അശോകൻ. അർജുൻ അശോകൻ്റെ എത്ര പടങ്ങളാണെന്നറിയാം നായകനായിട്ട് വന്നുപോകുന്നത്. ഒറ്റ പടം പോലും വിളിച്ച ഈ പ്രൊഡ്യൂസർക്ക് തിരിച്ച് കാശ് കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും ഈ അർജുൻ അശോകൻ ഈ നായകനായിട്ട് അഭിനയിപ്പിക്കാനായിട്ട് ഈ പ്രൊഡ്യൂസർമാർ ക്യൂ നിൽക്കുന്നുണ്ടല്ലോ എന്നല്ല നമ്മൾ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടപ്പെട്ട കാശൊക്കെ ഈ അർജുൻ അശോകൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടേ. അത്ര വലിയൊരു സിനിമാ ലോകത്തിന് ഏറ്റവും വലിയൊരു ദുരിതമായിട്ട് മാറിയിരിക്കുന്നു ഈ അർജുൻ അശോകൻ. ഇപ്പം വല്ല സൈഡ് റോളൊക്കെ അഭിനയിച്ച് മാറി നിൽക്കേണ്ട സമയത്ത് ഇങ്ങനെ പടങ്ങളിൽ അഭിനയിച്ച് മാറ്റിനി പോലും കളിക്കാത്ത എത്ര പടങ്ങളുണ്ടായെന്നറിയാം. വാൾ പോസ്റ്റർ അടിച്ചിട്ട് പടയെ കളിച്ചിട്ടില്ല തിയേറ്ററിൽ, അങ്ങനെയും ഉണ്ടായതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ അതേ ചത്താപ്പച്ച അത് ഇങ്ങനെയൊക്കെയാണ് സിനിമ എടുക്കുന്നത്. ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആരാ ഈ പൈസ മുടക്കണം നമ്മൾ ആലോചിക്കുന്നത്. സിനിമാ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപമാണ് ഇങ്ങനെയുള്ള സിനിമകൾക്ക് കാശ് മുടക്കുന്ന പ്രൊഡ്യൂസർമാർ. ഇവരൊക്കെ ഇല്ലേ ശരിക്കും വല്ല പുളിവാർക്ക് കെട്ടിയിട്ട് ഊരമ അടിക്കണം ഇങ്ങനെയുള്ള സിനിമകൾ എടുത്തിട്ട് മനുഷ്യന്മാരെ പറ്റിക്കാനും ചതിക്കാനും നടക്കുന്നത്. നമ്മൾ ഇല്ലാത്ത കാശും മുടക്കി ഓരോ കുടുംബങ്ങൾ സിനിമയ്ക്ക് ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള വൃത്തികെട്ട കോമാളി പോലത്തുള്ള സിനിമകൾ കാണിച്ചിട്ട് അതിലുണ്ട് മമ്മൂട്ടി. ഒരു കോലം കെട്ടിയിട്ട് മമ്മൂട്ടി വന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൊടുന്നത്. മോഹൻലാൽ ബബ്ബയൊക്കെ അടിച്ചേക്കാളും വൃത്തികെട്ട രീതിയിലാണ് മമ്മൂട്ടി വന്ന് കാണിക്കുന്നത്. ഹരിശ്രീ അശോകൻ പറഞ്ഞിട്ട് എൻ്റെ മോൻ്റെ പാടാണ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഡേറ്റും മേടിച്ച് വന്നതാണ്. മോഹൻലാലാണ് ഇതിൻ്റെ ആദ്യത്തെ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തത്. അത് അതിനേക്കാളും വലിയ നാണക്കേട്. ഇപ്പോൾ ഇങ്ങനെ സൂപ്പർ താരങ്ങൾ ഒന്നുമില്ലെങ്കിൽ നല്ല നല്ല സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, ഞങ്ങൾ അംഗീകരിക്കും. ഇതുപോലെയുള്ള ചത്താപാച്ച പോലെയുള്ള പടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രൊമോഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എത്ര കൊല്ലങ്ങളായിട്ടാണ് നിങ്ങളുടെ കരിയർ ബിൽഡപ്പ് ചെയ്തെടുത്തത്. ഇതൊക്കെ നശിച്ച് നാരായണക്കല്ല് തെറിച്ച് പോകും. നിങ്ങളിന്നൊരാൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. നിങ്ങൾ ഈ ഗസ്റ്റ് റോളിലൊക്കെ വന്നിട്ട് ഞങ്ങളൊക്കെ കാണാൻ ചെല്ലാണ്, എന്നിട്ട് ഇമാതിരിയുള്ള സർക്കസും കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ നിങ്ങളെ വെറുത്ത് പോകും. അതുണ്ടാവുക. ഇനിയെങ്കിലും ഇങ്ങനെ വൃത്തികെട്ട സിനിമകളിൽ വന്നിട്ട് ഗസ്റ്റ് റോളിൽ അഭിനയിക്കല്ല കേട്ടോ. ഓരോരുത്തരും മമ്മൂട്ടിയുടെ ഓരോ ദിവസത്തിനൊക്കെ എന്താ വില എന്നറിയാം. രോഗം വന്ന ആളാണ്, എന്നിട്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ട പടങ്ങളിൽ പോയിട്ട് അഭിനയിക്കുന്നത്. എന്ത് പറയാം, ശംഭോ മഹാദേവ.